നമസ്കാരം. അപ്പം ഞാൻ ഇതിൽ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. മീൻസ് അത് നിങ്ങളൊന്നും വിചാരിക്കുന്ന എനിക്ക് ഞാൻ അടി നിർത്തി ആ സംഭവമൊന്നുമല്ല. കുറച്ച് തിരക്കായിരുന്നു, ഒരുപാട് തിരക്കായിരുന്നു. കേട്ടോ, താടിയൊക്കെ പോയി, മുടിയൊക്കെ വെട്ടി വൃത്തിയായി. അപ്പം നമ്മൾ പറയാൻ വന്ന കാര്യം പറയാം. അപ്പം നമ്മൾ ഇന്നൊരു പുതിയൊരു ബ്രാൻഡ് ലോഞ്ചായിട്ടുണ്ട്. ലോഞ്ചായിട്ട് കുറേ നാളായി. ഞാൻ ഇന്നലെ എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഇന്ന് കണ്ടപ്പം എനിക്കൊന്ന് അതെടുത്താൽ കൊള്ളാം എന്ന് തോന്നി. അങ്ങനെ ഞാനതെടുത്തു. അപ്പം അതിൻ്റെ പേര് വളരെ രസമുള്ള കാര്യമാണ്. കാരണം അതിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേര് ഞാൻ പറയുന്നില്ല, അത് നമ്മുടെ ലാലേട്ടനില്ലേ, എന്താ മോനെ പരിപാടി, ആ ലാലേട്ടൻ്റെ രാജാവിൻ്റെ മകൻ. നിങ്ങൾ എത്ര പേര് കണ്ടു കാണും എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ രാജാവിൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ ഒരു മാസ പടം ഉണ്ടായിരുന്നു. ലാലേട്ടൻ സ്നേഹിക്കുന്ന പെണ്ണ് ഒറ്റി കൊടുത്തിട്ട് അങ്ങനെ ലാലേട്ടൻ അവസരം പിടിവെച്ച് കൊല്ലുന്നൊരു പടം മീൻസ് നൈസ്. അപ്പം അതിനകത്ത് ലാലേട്ടൻ പെണ്ണിൻ്റെ അടുത്തൊരു പറയും, നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ വിളിക്കാം, മൈ ഫോൺ നമ്പർ ഈസ് 2255 എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അതേ സാധനം എടുത്തു വച്ചിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. കണ്ടാൽ മനസ്സിലാവും. ഇത് ഞാൻ ഓൾറെഡി മുക്കാലോളം തീർത്ത് എങ്ങനുണ്ട്, കൊള്ളാവോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇതിടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ നിങ്ങൾ പറയും, കാലിക്കുപ്പിയിൽ കടിഞ്ചിയ ഒഴിച്ച് വെച്ചിട്ട് നീ ഉണ്ടാക്കുന്നോടാ. കൊണ താല്പര്യമില്ല. അതുകൊണ്ട് ഇത് അടിച്ച് കാണിച്ചതിൻ്റെയൊക്കെ പ്രശ്നം തീരുമല്ലോ. അപ്പോൾ ഇത് അടിച്ച് കാണിക്കാം, നോ പ്രോബ്ലം. നമ്മളൊരു ക്ലീൻ ഗ്ലാസ് കണ്ടല്ലോ, ക്ലീൻ ഗ്ലാസ് എടുക്കുക. അളവ് ഗ്ലാസ് വേണ്ട, ഞാൻ ഒഴിക്കുന്ന അളവിനപ്പുറം ഒരളവ് ഗ്ലാസും വരത്തില്ല. ആണ് 30 ml. അതാണ് നോർമൽ ഒരാൾ അടിക്കേണ്ട പെഗ്. പിന്നെ ഒരു വളരെ വളരെ വലിയ കാര്യം, ഡ്രിങ്കിങ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. വെള്ളം അടിക്കുന്നത് നാട്ടുകാർക്കും വീട്ടുകാർക്കും റോഡിൽ പോകുന്നതിനെല്ലാം ദോഷമാണ്. അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഡ്രിങ്ക് ചെയ്യുക. ഓക്കെ, ഒക്കേഷണലി മാത്രം വെള്ളം അടിക്കുക. ഡെയിലി അടിക്കുന്നവരെ കൂട്ട് കോളനി ആവാതിരിക്കുക. ഞാൻ ഡെയിലി അടിക്കും, ഞാൻ കോളനിയാണ്. അത് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറഞ്ഞു, പ്രശ്നം തോന്നല്ലോ. ഇനി നമുക്ക് വേണ്ടത് മിനറൽ വാട്ടർ. പച്ച വെള്ളം തണുപ്പിച്ച വെള്ളം അത്രേ ഉള്ളൂ. മാക്സിമം കുപ്പി മേടിക്കുന്ന വെള്ളമാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. ഈ കോളയും കാട്ടിയും പെപ്സിയും കാട്ടിയും വാട്ടർ റെയിൻ സോഫ്റ്റ് ഡ്രിങ്ക്സിനെയും കാട്ടി ഏറ്റവും ഡേഞ്ചർ ഈ ബോട്ടിൽഡ് വാട്ടറാണ്. കിണറ്റിലെ വെള്ളം ആണെങ്കിൽ മച്ച് ബെറ്റർ. നമുക്കൊരു വിശ്വാസമുണ്ട്, നമ്മളെ കിണറ്റിൽ ആരും കൊണ്ട് പ്രശ്നം ചേർക്കുന്നില്ലല്ലോ, ആ ഒരു വിശ്വാസം വരും. ഞാൻ പറയുന്നത് ഈ പൈപ്പ് ലൈനിൽ കൂടെ മാത്രം വെള്ളം കിട്ടുന്നവർക്കല്ല. നമ്മളെപ്പോലെ അത്യാവശ്യം വീട്ടിലൊരു കിണറുണ്ട്, നമുക്കതിൽ നിന്ന് വെള്ളം കോരാൻ പറ്റും, വെള്ളം കോരാം. അതേപോലെയാണ് ഈ ടാപ്പ് വാട്ടറിൽ കുളിക്കുന്നതിൽ ഏറ്റവും ബെറ്ററാണ് നമ്മൾ സ്വന്തം കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കുന്നത്. ഹെയർ ഫാൾസിന് ഏറ്റവും ബെറ്റർ അതാണ്. ജസ്റ്റ് എ ടിപ്പ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ എൻ്റെ അനുഭവം വെച്ചിട്ട്. ഓക്കെ, അപ്പം ഇതാണ് ലാലേട്ടൻ്റെ 2255. ഓൾമോസ്റ്റ് 600 റുപ്പീസാണ് ഹാഫിന്. കാര്യക്കൂടെ എല്ലാം വേണം. അൾട്രാ ഫൈൻ XXX ആണ്. ഓക്കെ, 3S ആണ്. പിന്നെ
42% ആൽക്കഹോൾ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. നോട്ട് റൈറ്റ്. 42 ഇതൊരു 12-13% വരത്തുള്ളൂ. അതിൽ കൂടുതൽ ഇത് വരത്തില്ല. എന്നെ ക്ലീൻ വാട്ടറിൽ അടിക്കുന്നുണ്ട്. ഞാൻ അടിച്ചിട്ട് പറയാം. ക്ലാസ് എടുക്കുക. ആദ്യമേ ഒരിക്കലും വാള് വെക്കാൻ ടെൻഡൻസി ഉള്ളൊരുത്തന്നെ ഒരിക്കലും മണപ്പ് നോക്കരുത്. എടുക്കുക, ഒറ്റയടി. അതാണ് മെയിൻ. ഞാനിതിനെ പ്രോത്സാഹിപ്പിക്കില്ല. ചാവിൽ വെള്ളം കുടിച്ചാൽ മീറ്റ് എനിക്കൊരു നിർബന്ധമില്ല. ഇതിങ്ങനെ എടുക്കുക. മരുന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സെലിബ്രേഷൻ അറിയാലോ എല്ലാവർക്കും, ആഘോഷം. നമ്മൾ ഈ ആഘോഷവും ലോ മൗണ്ട് ഉണ്ടല്ലോ, ഇല്ല കാണുന്ന മൗണ്ട്, ഇല്ല കാണുന്ന മല, ഇല്ല മലയും കൂടെ, അതായത് ആഘോഷം ഇല്ല മലയുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫ്ലേവർ കിട്ടും? ഒരു കൊണ ഫ്ലേവർ കിട്ടത്തില്ലേ? അതേ കണക്കത്തൊരു കൊണ ഫ്ലേവറാണ്. ബട്ട് നൈസ്. ഈ റെഗുലർ യൂസ് മെഡിസിൻ ഈസ് നൈസ്. വേറെ ഏത് ആയിട്ട് കമ്പയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു മരുന്ന് കിട്ടാൻ സാധ്യമല്ല എന്ന് വേണേൽ പറയാം. കാരണം അത് ഒരു ലിക്കറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇല്ല കാണുന്ന മലയിലെ ആഘോഷമായിട്ട് മിക്സ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമോ അതാണ് സാധനം. പക്ഷേ 600 രൂപയ്ക്ക് പുറത്താണ് കേട്ടോ. 600 രൂപയ്ക്ക് ഒരു ഹാഫ് മീൻസ് എന്താ പറയുന്നത്, ഇപ്പം ആശുഷിലെ കുടിയൻ, ആശുഷിലെ ആൽക്കഹോളിക്, അവന് ഈ 600 രൂപയുടെ മരുന്ന് ചിലപ്പോൾ ഏക്കത്തില്ല. ഒക്കേഷണലി കുടിക്കുന്നവന് ഈ 600 രൂപയുടേത് ബെറ്റർ. റെഗുലർ യൂസ് മെഡിസിൻ ഈസ് ബെറ്റർ. അത്യാവശ്യം ഒരാട്ടപാടും. എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല. ബട്ട് ഒക്കേഷണലി അടിക്കുന്നവർക്ക് ബെറ്റർ ഓപ്ഷൻ. എപ്പോഴും വല്ലപ്പോഴും കുടിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. കാരണം പലരും പല രീതിയിലും പ്രൊമോട്ട് ചെയ്യും. ഡെയിലി കുടിക്കുന്നതൊരു സംഭവമാണ്, കുടിച്ചില്ലേ മാസ. പിന്നെ മക്കളെ, കുടി തുടങ്ങിയില്ലെങ്കിൽ ഒരിക്കലും തുടങ്ങാതിരിക്കുക. എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരൊറ്റ താടികളും കൂടി തുടങ്ങാതിരിക്കുക. ഞാൻ അത്രേ പറയുന്നുള്ളൂ. വൺസ് യു സ്റ്റാർട്ട് ഇറ്റ്, ദർ ഇസ് നെവർ സ്റ്റോപ്പ്. അത് അങ്ങനാടാ. അത് ഈ സ്മോക്കിംഗ് ആയാലും ഡ്രിങ്കിങ് ആയാലും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാ മക്കളെ നിർത്താൻ. അത് ഈ നിർത്തും ഒറ്റ നിമിഷം കൊണ്ട് ഞാനിങ്ങനെ ഡുമ്മെന്ന് പറഞ്ഞ് നിർത്തി എന്നൊക്കെ പറയുന്ന നമ്മൾ ഇൻ്റർവ്യൂവിലെ വണയത്തോള്, അതൊക്കെ വെറുതെയാ. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ ഡെയിലി ലൈഫ് നീ കാണാറുണ്ടോ? അവൻ ആകെ ഇൻ്റർവ്യൂ പോലും നീ കാണാറില്ല. ആകെ നീ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന ആ ഒരു ചെറിയ ഷോട്ട് മാത്രം നീ കണ്ടിട്ട് അപ്പം നിർത്താൻ പറ്റും. നോ, ഒരിക്കലും ഇല്ല. നിനക്ക് നല്ല രീതിയിൽ കുടിക്കുന്നിടത്ത് നിനക്ക് നിർത്തണം എന്ന് മനസ്സായിട്ട് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഉടനെ സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. നീ നേരെ പോയി ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക, പുള്ളി പറയുന്നത് കേൾക്കുക, അതനുസരിച്ച് ഒരിക്കലും ആൽക്കഹോള് നിർത്താവൂ. ഇല്ലെങ്കിൽ നിൻ്റെ ബോഡി നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും. മനസ്സിലായോ? ഇനിയും എൻ്റെ മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പം നിനക്ക് ഡെയിലി, അപ്പോൾ ഒരു ദിവസം ഇത്, അപ്പോൾ പിന്നെ നീ മറ്റേ റോഡിൽ കാണുന്ന പോവും. അവസാനം വീട്ടിലുള്ള അതുമായിട്ട് വലിയ ഇതില്ല, പിന്നെ റോഡിലുള്ള ആവും. പിന്നെ
ആണ് അറിയുന്നത് ലിവർ സിറോസിസ് അത് ഇത് എന്നൊക്കെ തോന്നും. അതീ പറയുകയാണെങ്കിൽ മറ്റേ എന്തുവാ മരുന്നില്ലാത്തൊരു രോഗമുണ്ടല്ലോ, മറ്റേ അഡിസൺ ബർഗർ എന്ന് പറയുന്നൊരു രോഗം വരും. അത് ഭയങ്കര ഡേഞ്ചർ രോഗമാണ്, ഭയങ്കര മരുന്നൊന്നുമില്ല. അപ്പം ഇഷ്ടമുള്ളൂ കൊള്ളാം. ഈ റെഗുലർ യൂസ് മെഡിസിൻ ഒരു 600 മാംഗോ ചില്ലിയും കാട്ടി കൊള്ളാം, ഡാഡി വിൽസിനെ കാട്ടി കൊള്ളാം. എന്തിനാണ് എല്ലാത്തിൻ്റെ പേര് പറയുന്നത്? പച്ചമാങ്ങ മുളകിനെ കാട്ടി കൊള്ളാം, അച്ഛൻ്റെ വിൽസിനെ കാട്ടി കൊള്ളാം, എൻ്റെ അല്ല വല്ലവൻ്റെ. പിന്നെ ആഘോഷത്തിനാണ്ടി കണ്ട് കൊള്ളാം, ഇല്ല മൗണ്ടനെ കാട്ടി കൊള്ളാം. പിന്നെ എന്തുണ്ട് ഈ പ്രൈസ് റേഞ്ച് വരുന്നത്? പഴയ മുനിയും കാട്ടി ബെറ്ററായിട്ട് തോന്നിയിട്ടില്ല. ബട്ട് ഇൻ കേരള പഴയ മുനിയുടെ 1/2 ലിറ്റർ വരുന്നത് സാധനം, പക്ഷേ അതിൻ്റെ പൈൻറ്റ് സൂപ്പർ കേട്ടോ. പഴയ മുനിയുടെ 600 റുപ്പീസിൻ്റെ പൈൻറ്റ് ഇസ് ബെറ്റർ. 1/2 ഒരിക്കലും എടുക്കരുത്. ഈ പഴയ മുനിയുടെ പ്ലാസ്റ്റിക് കുപ്പികളുടെ റെഗുലർ യൂസ് മെഡിസിൻ ആരും എടുക്കരുത്. എല്ലാവരും ചില്ല് കുപ്പി മാത്രമേ പ്രിഫർ ചെയ്യാവൂ. അതാണ് പഴയ മുനിയുടെ ലിക്കറിൻ്റെ ഗുണം അറിയത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാനിങ്ങനെ ഒളിച്ചു വെച്ചിട്ട് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് വിചാരിക്കും കുറേ നാളായിട്ട് അവൻ വീഡിയോ ചെയ്തിട്ട് അവൻ അകത്തായിരുന്നു എന്ന് പറയും. ഞാൻ അകത്താവണമെങ്കിൽ റീച്ച് ആവണം. ഞാനതായിട്ടില്ല. എനിക്കാകെ ഇത് കാണുന്നൊരു 5 പേര് കാണും, ഇപ്പോൾ 6 പേര് കാണും. എനിക്ക് അവന്മാരടുത്ത് മാത്രമേ പറയാനുള്ളൂ. ഞാൻ പറയാനുള്ളത് ഞാൻ ഓപ്പണായിട്ട് പറയും. അതിപ്പോഴല്ല എവിടെ ആയാലും. അതാണ് എൻ്റെ ഒരു രീതി. കൊള്ളാം, മേടിച്ചടിയുടെ മെയില് എനിക്കത്ര പറയാനുള്ളൂ. ശരിയെന്നപ്പോൾ ഓക്കെ. ഇനി സമയം കിട്ടുമ്പോൾ അടുത്തൊരെണ്ണം ഇറങ്ങുവാണെങ്കിൽ ഞാൻ അതുമായിട്ട് വരാം. ഓക്കെ, 600 രൂപയ്ക്കിത് ഓക്കെയാ, കാശുള്ളവനെടുത്ത് അടിച്ചോ. അപ്പം ഓക്കെ, ഹാവ് എ നൈസ് ഡേ.